ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വ്ളോഗ്സ് വിത്ത് രാജി. അപ്പോൾ ഈ സേമിയ ഉണ്ട് 1 കിലോയുടെ പാക്കറ്റാണ്. പ്യൂർ റൈസ് സേമിയയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പലതരം ഡിഷസ് ഉണ്ടാക്കാം. 10 മിനിറ്റും കൂടി ആവശ്യമില്ല ഇതുകൊണ്ട് നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കാൻ. ഇപ്പോൾ അടുപ്പിൽ കുക്ക് ചെയ്യാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കട്ട പിടിക്കില്ല, ഒട്ടിപ്പിടിക്കില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയയാണ്. നിങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ബോക്സിനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. 10 മിനിറ്റും കൂടി ആവശ്യമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ വെജിറ്റബിൾ ഉള്ളി വഴറ്റുന്ന ആ സമയം മതി. അപ്പോൾ ഞാനൊരു കിച്ചടി ഉണ്ടാക്കി കാണിക്കാം, വെജിറ്റബിൾ കിച്ചടി. അപ്പോൾ ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള സേമിയ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള കല്ലുപ്പും കൂടി ചേർത്തും. അപ്പം ഇത് അടുപ്പിൽ അടുപ്പ് തീ കത്തിച്ചിട്ടില്ല, ഞാൻ വെറുതെ പാത്രത്തിലാക്കി വെച്ചിട്ടുള്ളൂ. അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് തിളച്ച വെള്ളം, നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം ഇതിൽ ചേർക്കുക. അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ചേർക്കണം. ചേർത്ത് അടച്ച് വയ്ക്കുക. 3 മിനിറ്റ് മാത്രം അടച്ച് വയ്ക്കണം. ഇപ്പോൾ 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് കഴിഞ്ഞാൽ കറക്റ്റ് വേവായിരിക്കും. കട്ട പിടിച്ചിട്ടുണ്ടാവില്ല, കുഴഞ്ഞിട്ടുണ്ടാവില്ല, ഒട്ടിപ്പിടിക്കില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് സേമിയ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിലുള്ള കുറച്ച് വെള്ളം ഉണ്ടാകും. ആ വെള്ളം നമ്മൾ ഇപ്പം തന്നെ വാർത്ത് കളയണം. ഊട്ടയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിലിട്ട് വാർക്കുക, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് നമ്മൾ ചരിച്ച് ആ വെള്ളം മുഴുവൻ വാർത്ത് നമുക്ക് തുറന്ന് വയ്ക്കാം. അടച്ച് വെച്ചാൽ പിന്നെയും അതിന് വേവ് കൂടും. പെട്ടെന്ന് വേവുന്ന സേമിയാണിത്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കിച്ചടിക്ക് ആദ്യമേ ഞാൻ ഒരു തേങ്ങ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടി കഴിക്കാൻ. അപ്പോൾ അതിന് കടുക് വറുത്ത് ചേർക്കുകയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതിൽ കുറച്ച് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടുണ്ട്. 1 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കടുക് വറുത്ത് ഞാൻ തേങ്ങ ചട്നിയിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ തേങ്ങ ചട്നിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കിച്ചടി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. കിച്ചടി റെഡിയായതും ചട്നി കൂട്ടി പെട്ടെന്ന് നമുക്ക് കഴിക്കാവുന്നതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ആ ചീനച്ചട്ടിയിൽ തന്നെ കിച്ചടിക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ മസാല റെഡിയാക്കണ ആ സമയം മാത്രം മതി, നമുക്ക് കിച്ചടി ഉണ്ടാക്കി കഴിയും. കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വരുമ്പോൾ തേങ്ങ ചട്നി റെഡിയായി. കടുക് വറുത്തൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം 2 സവാള, വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് കിച്ചടിയിൽ കടുക് വറുത്ത് കഴിഞ്ഞത് അത് സവാള ചേർത്ത് വഴറ്റണേണ്. നന്നായിട്ട് വഴറ്റി കളർ മാറണമെന്നില്ല, അതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റിയാൽ മതി. 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിൽ ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാവുന്ന കിച്ചടിയാണ്. അപ്പോൾ വെജിറ്റബിളായിട്ട് എൻ്റെ കയ്യിൽ ക്യാരറ്റും ഗ്രീൻ പീസും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ 1 ക്യാരറ്റും കുറച്ച് ഗ്രീൻ പീസും ഞാൻ ചേർത്തിട്ടുണ്ട്. ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഉരുളക്കിഴങ്ങ്, മറ്റേ ബീൻസ്, ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇത് കിച്ചടി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് വഴറ്റി. എരിവിനാവശ്യമുള്ള പച്ചമുളക് 2ആയിട്ട് മുറിച്ച് ചേർത്തു. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഓരോന്നും 1/1 ആയിട്ട് ചേർത്ത് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇഞ്ചി ചതച്ചത് 1/4 ടീസ്പൂൺ ഞാൻ അത് ചേർത്തു. വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒന്ന് പച്ചമണം മാറി കിട്ടുന്നവരെ വഴറ്റണം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ 1 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് അതും കൂടി ചേർത്തിട്ടുണ്ട്. ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതെല്ലാം തന്നെ വഴറ്റി എല്ലാത്തിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റിയാൽ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ആയി ചേർത്തു. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം ഈ സമയത്ത് ഞാൻ ചെറുതീയിൽ വെച്ചാണ് വഴറ്റി കൊടുക്കണത്. അടുക്കി പിടിക്കാതെ നമ്മൾ വഴറ്റി കൊടുക്കണം. അതുകൊണ്ട് ചെറുതീയിൽ വെച്ച് വഴറ്റിയാൽ മതിയാവും.
1/4 ടീസ്പൂൺ ഞാൻ ഗരം മസാലപ്പൊടി ഇവിടെ വീട്ടിൽ പൊടിച്ചതാണ്. പട്ട, ഗ്രാമ്പ്, ഗരം മസാലപ്പൊടി അത് ചേർത്തിട്ടുണ്ട്. ചെറുതായ ഒരു മണത്തിന് വേണ്ടി ഞാൻ 1/4 ടീസ്പൂൺ മാത്രം ചേർത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. മസാലയെല്ലാം റെഡിയായി ഞാൻ വേവിച്ച് വെച്ച റൈസ് ഏവയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കിച്ചടി റെഡിയായി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. നമ്മൾ മസാല വഴറ്റണ സമയം മാത്രം മതി കിച്ചടി റെഡിയാക്കാൻ. ഇപ്പോൾ വെജിറ്റബിൾ ഉപ്പുമാവാണെങ്കിലും ഉപ്പുമാവ് ഇതിനേലും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഉപ്പുമാവിന് ആവശ്യമുള്ളത് വഴറ്റി കഴിഞ്ഞാൽ ഉപ്പുമാവ് പെട്ടെന്ന് റെഡിയാവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് വഴറ്റി മസാലയെല്ലാം നന്നായിട്ട് സേമിയയുടെ എല്ലാ ഭാഗത്തും പിടിക്കാനായി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത് ആ പ്ലേറ്റ് കൊണ്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞ് നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾ കിച്ചടി റെഡിയായി. നിങ്ങൾ ഈ സേവ വാങ്ങിച്ച് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്യണേ. കട്ട പിടിച്ചിട്ടില്ല, ഒന്നോടൊന്നും ഒട്ടാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി റെഡിയായി. ഈ വെജിറ്റബിൾ കിച്ചടി കാണാനും കഴിക്കാനും നല്ലതാണ്. ഇപ്പോൾ ഈ കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾ കിച്ചടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇത് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ കൂടെ തേങ്ങ ചട്നി സാമ്പാറും കൂട്ടി കഴിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.